കുടിശ്ശിക പണം നൽകിയില്ലെങ്കിൽ സേവനം നിർത്തിവെക്കുമെന്ന സീഡിറ്റിന്റെ ഭീഷണി ഫലം കണ്ടു. ഫെസിലിറ്റി മാനേജ്മെന്റ് പ്രൊജക്ടിന്റെ പ്രതിഫല തുകയായ 6,58,00,000 രൂപ സീഡിറ്റിന് അനുവദിക്കാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. ലൈസൻസ് RC ബുക്ക് പ്രിന്റിംഗിലെ പ്രതിഫല കുടിശ്ശികയായ 8,66,00,000 രൂപയും അനുവദിച്ചു. വിശദാംശങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുകയാണ്. സുധീഷ്, സീഡിറ്റിന്റെ പ്രതിഷേധം ഒടുവിൽ ഫലം കണ്ടിരിക്കുകയാണ്. മറ്റു വിവരങ്ങൾ കൂടി. KP സുരേഷ്, ആവശ്യ സേവനങ്ങൾക്കുള്ള പ്രതിഫലം പോലും നൽകാതെ ആഡംബരങ്ങൾക്ക് മാത്രമായി സംസ്ഥാന സർക്കാർ തുക വിനിയോഗിച്ചിരിക്കുന്ന ആ ഒരു സമീപനത്തിനാണ് ഇപ്പോൾ അറുതി വന്നിരിക്കുന്നത്. സീഡിറ്റിന്റെ ഒരു ഭീഷണിയിലാണ് ഇപ്പോൾ സീഡിറ്റിന് അനുവദിക്കേണ്ടിയിരുന്ന കുടിശ്ശിക തുകയായ 6,58,00,000 രൂപ അനുവദിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ നവംബർ 17-ന് സംസ്ഥാനത്ത് ലൈസൻസിന്റെയും RC ബുക്കുകളുടെയും പ്രിന്റിംഗ് നിലച്ചതായിരുന്നു. വലിയ തുക അവർക്ക് കുടിശ്ശികയായി ITI എന്ന കമ്പനിക്ക് കുടിശ്ശികയായതോടെയാണ് ഇത്തരത്തിൽ ഈ പ്രിന്റിംഗ് നിലച്ചത്. അതിനുള്ള കുടിശ്ശിക തുകയായ 8,66,00,000 രൂപയും ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഇത്തരത്തിൽ പ്രിന്റ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റുകൾ ഇല്ലെങ്കിൽ ലൈസൻസുകളുടെ വിതരണം, അതിനുള്ള പോസ്റ്റൽ ചാർജ് അനുവദിച്ചിട്ടില്ല. അതിലും വലിയ കുടിശ്ശികയുണ്ട്. ഇതെങ്ങനെ വിതരണം ചെയ്യും എന്ന അനിശ്ചിതത്വം നിലനിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ 15 കോടിയിലധികം രൂപ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ അനുവദിക്കാൻ തീരുമാനമെടുത്തിരിക്കുന്നത്. ഇത് ഏറ്റവും പ്രധാനമായി പറയേണ്ടത് അടിസ്ഥാന ആവശ്യങ്ങൾക്കുള്ള തുക വിനിയോഗിക്കുന്നതിലെ സംസ്ഥാന സർക്കാർ കാണിച്ച വലിയ അനാസ്ഥയ്ക്കുള്ള ഒരു മാറ്റം, അത് സീഡിറ്റിന്റെ ഭീഷണിയുടെ ഫലമായി ഇപ്പോൾ അതിനൊരു പ്രതിവിധിയായിരിക്കുന്നു എന്നത് തന്നെയാണ്. അതുകൊണ്ട് ഗതാഗത വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിലയ്ക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നു എന്ന അവസ്ഥയ്ക്കാണ് ഇപ്പോൾ അറുതി വന്നിട്ടുള്ളത്. KP സുരേഷ്. സുധീഷ് ഗോപാലാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.